ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ PK ശാരംഗപാണിയുടെ ഒരു ആത്മകഥയുണ്ട്. ശാരംഗപാണി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ടൊരു പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ പുളകം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകളുണ്ട്. അതൊരു പക്ഷേ ഒരു നിശ്ചിത പ്രായത്തിന് മുകളിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയ തലമുറയ്ക്ക് അത്ര അറിഞ്ഞു കൊള്ളണമെന്നില്ല. ഉണ്ണിയാർച്ചയും തുമ്പോലാർച്ചയും പാലാട്ട് കുഞ്ഞിക്കണ്ണനും കടത്തനാടൻ അമ്പാടി വരെ 32 വടക്കൻ പാട്ട് സിനിമകളുടെ തിരക്കഥ എഴുതിയ ആളുടെ പേരാണ് ശാരംഗപാണി. ഒന്നുകൂടി കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇന്നും നമ്മുടെ വേദികളിൽ കടലിരമ്പമായി മുഴങ്ങുന്ന ആവേശത്തിന്റെ സാന്നിധ്യം വിപ്ലവ ഗായിക PK മേദിനി റെഡ് സല്യൂട്ട് എന്ന് ആരംഭിക്കുന്ന അനശ്വര വിപ്ലവഗാനത്തിന് മാസ്മരിക ശബ്ദം നൽകിയ അനുഗ്രഹീതയായ ഗായിക ആ PK മേദിനിയുടെ സഹോദരനാണ് PK ശാരംഗപാണി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു വാചകം ഇങ്ങനെയാണ്: 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചതിനു ശേഷം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു, അക്കാലത്ത് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ മാസം 2 രൂപ വീതം ഫീസ് കൊടുക്കണമായിരുന്നു. മാസം 2 രൂപ ഫീസ് കൊടുക്കാനുള്ള ശേഷി അന്ന് ചുരുക്കം കുടുംബങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അന്നത്തെ 2 രൂപയാണ്. അത് ഇന്നത്തെ എത്ര ആയിരം രൂപയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണ്. അപ്പോ 5ാം ക്ലാസ് മുതൽ പ്രതിമാസ ഫീസ് വേണമായിരുന്നു ഈ കേരളത്തിൽ. മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടോ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുമായിരുന്നുള്ളൂ ഈ കേരളത്തിൽ. അതിന്റെ ഒരു ഇരയാണ് ശാരംഗപാണി. നമ്മളൊന്ന് ആലോചിക്കണം. 4 വരെ പഠിച്ച ശാരംഗപാണി ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടി. അപ്പൊ അദ്ദേഹത്തിന് കുറെ കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ ഇത്രമാത്രം ഉയർന്ന നിലയിലേക്ക് ഒരു പക്ഷെ അദ്ദേഹം വളരുമായിരുന്നില്ല എന്നാരു കണ്ടു? അതാണ് ചരിത്രം. ആ ഒരു ചരിത്രമുള്ള ഈ കേരളത്തിൽ 1957 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നമ്മുടെ നാട് ആദരവോടുകൂടി കാണുന്ന പ്രശസ്തനായ നിരൂപകൻ കൂടിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആ ഗവൺമെന്റാണ് 7ാം തരം വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ 5ാം തരത്തിലേക്ക് പോകാൻ തുടങ്ങി. 6ലേക്ക് ജയിച്ചു, 7ൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 1989 വിമോചന സമരം. പിന്നെ ഒരു ദശാബ്ദം കഴിഞ്ഞു. 67ൽ വീണ്ടും EMS മുഖ്യമന്ത്രിയായി. വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് 10ാം ക്ലാസ് വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്ര പ്രസിദ്ധമായ തീരുമാനം കൈക്കൊണ്ടത്. കേരളത്തിലെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായത് 67ലെ EMS ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, അവർ തുടർന്ന് പഠിച്ചു. അങ്ങനെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന്, സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന്, കർഷക തൊഴിലാളിയുടെ വീട്ടിൽ നിന്നൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളുണ്ടായി. അവർ മത്സര പരീക്ഷകൾ എഴുതി പാസ്സായി. അവരിൽ ചിലർ അധ്യാപകരായി, കുറച്ചുപേർ ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, ചില ആളുകൾ കളക്ടർമാരായി, വിവിധ ഉദ്യോഗസ്ഥന്മാരായി. ഇന്ത്യയിൽ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് അധ്യാപകരും കളക്ടറും എഞ്ചിനീയറും ഡോക്ടറും എല്ലാം ആകുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമുള്ള ഒരു അത്ഭുതമാണ് എന്ന് നിങ്ങൾ കണ്ടോളണം. ആ അത്ഭുതം യാഥാർത്ഥ്യമാക്കിയ പാർട്ടിയുടെ പേരാണ് CPIM എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. ഇന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥിതി എന്താണ്? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നില്ലേ? അമ്മമാരുടെ പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞു ജനിക്കുമ്പോഴേ കുഞ്ഞു മരിക്കുന്നു, അമ്മ മരിക്കുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മരണത്തിന് വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന നാടായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും മനുഷ്യർ വൻകിട ജന്മിമാരുടെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കുമ്പോൾ ജീവിത നിലവാര സൂചികയുടെ കാര്യത്തിൽ ഈ കൊച്ചു കേരളം അമേരിക്കയുമായി മത്സരിക്കുന്നു, ജപ്പാനുമായി, ഓസ്ട്രേലിയയുമായി, ബ്രിട്ടനുമായി മത്സരിക്കുന്നു. ലോകമാധ്യമങ്ങൾ, ലോകത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക ചിന്തകന്മാർ കേരളത്തെ അത്ഭുതത്തോടു കൂടി കാണുന്നു. ഇതൊന്നൊരത്ഭുതം. ഒരു 3ാം ലോക ദരിദ്ര രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം ജീവിത നിലവാരത്തിന്റെ വിവിധ സൂചികകൾ വെച്ച് വികസിത മുതലാളിത്ത രാജ്യങ്ങളോട് മത്സരിക്കുന്നു. അതിന് മലയാളിയെ അതിന് പ്രാപ്തനാക്കിയത് ഈ മഹാപ്രസ്ഥാനമാണ്. നമ്മുടെ പാർട്ടി, നമ്മുടെ ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനങ്ങളുടെ, ഇച്ഛാശക്തിയുള്ള നിലപാടുകളുടെ ഭാഗമായി ഈ കേരളം മാറി. 80ൽ നായനാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു.
അന്ന് വരെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മറ്റൊന്നായിരുന്നു. സർക്കാർ ഉദ്യോഗമുള്ളവർ ഒരു നിശ്ചിത വയസ്സിൽ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പിന്നെ മരണം വരെ അവരുടെ സേവനത്തെ മതിച്ചുകൊണ്ട് സർക്കാർ ഒരു നിശ്ചിത തുക മാസം തോറും കൊടുക്കും. അതാണ് പെൻഷൻ എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കിട്ടുന്ന വേതനമാണ് പെൻഷൻ. അതായിരുന്നു പെൻഷന്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം 80-ലെ നായനാർ ഗവൺമെന്റാണ് മാറ്റിക്കുറിച്ചത്. എന്തായി? കർഷക തൊഴിലാളി പെൻഷൻ അർഹനാണ്. ആരോഗ്യമുള്ള ജീവിതകാലം മുഴുവൻ അന്യന്റെ പാടശേഖരങ്ങളിൽ പണിയിടങ്ങളിൽ തന്റെ വിയർപ്പൊഴുക്കിയവൻ ജീവിത സായാഹ്നത്തിൽ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് ശയ്യാവലംബിയായി കിടക്കുമ്പോൾ അത്യാവശ്യം മരുന്ന് വാങ്ങാനെങ്കിലും ഉപകരിക്കുന്ന ഒരു ചെറിയ തുക മാസം തോറും പെൻഷനായി കൊടുക്കണം എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. ചിലർ നെറ്റിയൊളിച്ചു, ചിലരല്ല. കോൺഗ്രസിനായിരുന്നു ഏറ്റവും വലിയ അസ്വസ്ഥത. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? പരിഹസിച്ചു. എങ്ങോട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്? കോൺഗ്രസ് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. അതായിരുന്നു സിദ്ധാന്തം. ആരെങ്കിലും ചിലർ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. അത് പെൻഷൻ കൊടുത്തിട്ടില്ലെങ്കിലും അതിനുള്ള വക കണ്ടെത്തും. അതൊരു മനഃശാസ്ത്രമാണ്. പക്ഷേ കർഷക തൊഴിലാളികളോട് തന്റെ ആരോഗ്യം മുഴുവൻ നാടിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജനതയോട് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കേരളത്തിന്റെ മണ്ണിൽ കർഷക തൊഴിലാളി പെൻഷൻ നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ അത് വളർന്നു വ്യാപിച്ചു. ക്ഷേമ പെൻഷൻ എന്ന സങ്കല്പം ഇന്ത്യയിൽ ഏറ്റവും ആരോഗ്യ സമ്പൂർണമായി നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അഗതി പെൻഷൻ, അനാഥ പെൻഷൻ, അങ്ങനെ പോവുകയാണ് പെൻഷൻ. 60 ലക്ഷം മനുഷ്യർ കേരളത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നു. 60 ലക്ഷം. 1600 രൂപ ഒരു മാസം. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന നീതീകരിക്കാനാവാത്ത പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ചില മാസങ്ങളിലൊക്കെ കുടിശ്ശിക വരും. ഒരു മാസം മുടങ്ങി, അടുത്ത മാസം കൊടുത്തു, അങ്ങനെയൊക്കെ വരും. പക്ഷേ 1600 രൂപ പ്രതിമാസ പെൻഷനാണ്. ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ, ഒരു അപ്പൂപ്പൻ, 2 പേരേ ഉള്ളൂ എന്ന് കരുതുക. ഈ 2 പേർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടിയാൽ 3200 രൂപ ഒരു മാസം കിട്ടും. അതൊരു മഹാസംഖ്യയാണെന്നല്ല, പക്ഷെ അരി വാങ്ങിക്കാം, പട്ടിണി കിടക്കണ്ട. അതാണ് കേരളത്തിന്റെ ഉറപ്പ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും 1600 രൂപ ഇങ്ങനെ ക്ഷേമ പെൻഷൻ ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ പെൻഷനേ ഇല്ല. ഇനി ഉള്ളടത്ത് 200 രൂപയാണ്. അതൊരു 20,000 പേർക്കൊക്കെ ആകെ. ഇതാണ് സ്ഥിതി. കേരളത്തിൽ ആ സ്ഥാനത്താണ് 60 ലക്ഷം പേർക്ക് 1600 രൂപ പെൻഷൻ. ഇങ്ങനെ ക്ഷേമ പെൻഷൻ സങ്കല്പം ആവിഷ്കരിച്ചത് 87-ലെ ഗവൺമെന്റ് സമ്പൂർണ്ണ സാക്ഷരത. ലോകത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. അമേരിക്കൻ ജനസംഖ്യയിൽ 19% പേർക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ എന്നാണ് ഒരു കണക്ക്. അപ്പൊ അതിനേക്കാൾ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിന്റെ നെറുകയിൽ ഈ നേട്ടങ്ങളുമായി നമ്മൾ നിൽക്കുന്നു. അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രത്തിൽ മഹത്തായ നാഴികക്കല്ലായി ജനകീയ ആസൂത്രണം മാറി. ഗ്രാമീണ മേഖലകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ ചെമ്പൻ പാതകൾക്ക് കറുത്ത നിറം കൈവന്നത് ആ ഗവൺമെന്റിന്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടല്ലേ? 96-2001 ഗവൺമെന്റിന്റെ കാലത്ത് ജനകീയാസൂത്രണം വന്നതിന് ശേഷമാണ് പഞ്ചായത്ത് റോഡുകൾ ടാറിടാൻ ആരംഭിച്ചത്. അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞു വന്നേ ഉള്ളൂ. മറ്റൊട്ടേറെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായ മാറ്റം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായത് ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈവന്നതാണ്. ഇപ്പോഴും നവകേരളം എന്ന മഹാലക്ഷ്യവുമായി നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണ്. ആ കാര്യത്തെക്കുറിച്ചെല്ലാം നന്ദേട്ടൻ ഇവിടെ ഉണ്ട്, സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക കേരളത്തിന്റെ സൃഷ്ടാക്കളായ നാം മലയാളിയെ അവന്റെ ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചാനയിച്ച നമ്മുടെ പാർട്ടി, നമ്മുടെ ഗവൺമെന്റ്. പക്ഷേ ആ പാർട്ടിയുടെ ജീവനെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളും ഇപ്പോൾ കൈകോർത്ത് ഒരുമിക്കുന്നു. RSSും കോൺഗ്രസും തമ്മിൽ യോജിക്കുന്നു. അത് ചരിത്രത്തിൽ പണ്ടേ ഉള്ളതാണ്.